പ്രമുഖ RSS നേതാക്കളെ ADGP രഹസ്യമായി കണ്ട സംഭവത്തിൽ മുഖ്യമന്ത്രി ചക്രവ്യൂഹത്തിലാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഏറ്റവും ഒടുവിൽ മുൻ പാർട്ടി സെക്രട്ടറിയും PB അംഗവുമായ A വിജയരാഘവനും ADGPയുടെ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. ഇതിനർത്ഥം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളും മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്ക് ഇനിയില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. A വിജയരാഘവൻ മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ വിജയരാഘവൻ ഈ സംഭവത്തെ ന്യായീകരിക്കുന്നില്ല എന്ന് പറയുകയും അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഏതാണ്ട് മാസങ്ങളോളം മാധ്യമപ്രവർത്തകർ എവിടെയായിരുന്നു? ADGP അജിത് കുമാർ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും വെച്ച് പ്രമുഖരായ 2 RSS നേതാക്കളെ കണ്ട കാര്യം അറിയാതെ പോയ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് ഫ്രീ ആയി സംസാരിക്കാൻ സമയം നൽകുകയായിരുന്നു എന്ന ചോദിച്ചത്. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാവട്ടെ തൃപ്തിയോടെയല്ല തങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കാരണം ADGP അജിത് കുമാർ RSS നേതാക്കളെ 10 ദിവസത്തെ ഇടവേളയിൽ കണ്ട സംഭവത്തെക്കുറിച്ച് CPIക്ക് അതൃപ്തിയുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ തൃപ്തിയോടെയാണോ സംസാരിക്കുന്നത് എന്ന് മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത്. അപ്പോൾ MV ഗോവിന്ദന് ADGPയുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല. A വിജയരാഘവൻ ആ സംഭവങ്ങളെ ന്യായീകരിക്കുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു, ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഈ വിഷയം പുറത്തു വന്നിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നിട്ടും അത് പ്രതിപക്ഷ കക്ഷികൾ അതിനെതിരെ സമരം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെയും ADGPയുടെയും രാജി ആവശ്യപ്പെടുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ഇനി ADGPയെ സംരക്ഷിച്ചാൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനചലനത്തിന് പോലും വഴിവെക്കും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം CPI അഖിലേന്ത്യാ സെക്രട്ടറി D രാജ ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണെന്നും ഇതിൽ നടപടി ഉണ്ടാകണമെന്നും പറഞ്ഞു കഴിഞ്ഞു. ആനി രാജ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPIയും CPMും കേരളത്തിൽ ഈ വിഷയത്തിൽ 2 നിലപാടിലാണ്. ഘടകകക്ഷിയായ CPI ഈ നില തുടരുകയും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെയും ADGP അജിത് കുമാറിൻ്റെയും കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടി വരും. ആരോപണങ്ങളെക്കുറിച്ച് DGP ദർവേഷ് സാഹിബ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിയാനാകില്ല. കാരണം ദർവേഷ് സാഹിബ് അന്വേഷിക്കുന്ന സംഘത്തിലെ 2ാമൻ ആരോപണ വിധേയനായ MR അജിത് കുമാർ തന്നെയാണ്. ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന മറ്റൊരു വിഷയം, തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയും VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയും നാളെ താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കണം. പുതിയ നിയമം അനുസരിച്ച് അമെൻഡ് ചെയ്യപ്പെട്ട IPC നിയമം അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ അങ്ങനെ നടപടിയെടുക്കാൻ നിയമമുണ്ടെന്നും അപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് MR അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വളരെ സങ്കീർണമായ ഒരവസ്ഥയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ പയ്യമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ യോഗത്തിൽ EP ജയരാജൻ പങ്കെടുത്തില്ല. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ മാറ്റി നിർത്തിയതോടെ പാർട്ടി യോഗങ്ങളിൽ, സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കാതെ ജയരാജൻ വീട്ടിൽ തന്നെ കഴിയുകയാണ്. ഇതേക്കുറിച്ച് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ചടയൻ ഗോവിന്ദ ദിനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ
പരോക്ഷമായ വിമർശനം നടത്തി. ചില പാർട്ടി നേതാക്കൾക്ക് തങ്ങൾക്ക് പാർട്ടി എന്തു നൽകി എന്ന മട്ടിലാണ് ചിന്തിക്കുന്നതെന്നും അങ്ങനെ എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്ന് ആലോചിച്ചുകൊണ്ടല്ല പാർട്ടി പ്രവർത്തനം നടത്തേണ്ടതെന്നും അതല്ല വേണ്ടതെന്നും ഒരു നേട്ടവുമില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനേകായിരങ്ങൾ ഉണ്ടെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു എ വിജയരാഘവൻ്റെ ഒളിയമ്പ്. അതേസമയം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പറഞ്ഞത് ഇ.പി. ജയരാജൻ അനുസ്മരണത്തിന് എത്താതിരുന്നത് അദ്ദേഹം ആയുർവേദ ചികിത്സയിൽ ആയതുകൊണ്ടെന്നാണ്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇ.പി. ജയരാജൻ. അതേസമയം പുതുതായി LDF കൺവീനറായി ചുമതലയേറ്റ ടി.പി. രാമകൃഷ്ണൻ പാർട്ടിയുമായി സഹകരിക്കണം ഇ.പി. എന്ന മട്ടിലാണ് പ്രതികരിച്ചത്. അതുപോലെ LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ മറ്റൊന്നുകൂടി പറഞ്ഞു. പൂരം കലക്കാൻ ADGP അജിത് കുമാർ നേതൃത്വം നൽകി എന്ന വിഷയവും ADGPയുടെ RSS നേതാക്കളുമായ ഉള്ള സന്ദർശനവും എല്ലാം തന്നെ DGP ദർവേഷ് സാഹിബ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം പല നേതാക്കളും ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം കെ മുരളീധരൻ, തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പൂരം കലക്കിയതിനെക്കുറിച്ച് അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടത് MR അജിത് കുമാറിനെ ആയിരുന്നു. അപ്പോൾ അന്ന് അജിത് കുമാർ 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകുമെന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഒരു പുനരന്വേഷണമാണോ, നടത്താതെ പോയ ആ റിപ്പോർട്ട് എവിടെ എന്ന അന്വേഷണമാണോ, എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.